അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബൗദ്ധികമായ വൈഭവം എത്രമാത്രം വലുതായിരുന്നു എന്ന് കാണാനും ഗണിക്കാനും ചരിത്രകാരന്മാർ പൊതുവെ ആശ്രയിക്കുന്ന ഒരു അധ്യായമാണ് ഖന്തക് യുദ്ധം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തെടുത്ത സ്ട്രാറ്റജികൾ, യുദ്ധതന്ത്രങ്ങൾ സാമാന്യമായിരുന്നു. സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. 10,000 ആൾക്കാർ എല്ലാ പ്രതികാര വാജ്ഞയുമായി വന്നിരിക്കുന്നു. അവരിൽ 6,000 ആൾക്കാർ ഗത്ഫാൻ ഗോത്രക്കാരാണ്. അവർ വളരെ പരുഷമായ, വളരെ പരുക്കൻ മട്ടക്കാരാണ്. ലക്ഷ്യം നേടാതെ അവർ പോവില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതേസമയം മദീനയിലാണെങ്കിലോ ആകെ ഉള്ളത് 3,000 ആളാണ്. അവരിൽ ഏതാണ്ട് ഒരു 1,500 താഴെ ആൾക്കാരെ മാത്രമേ യുദ്ധത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്നവരായിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന കൂടിയാലോചനയിലാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ നാട്ടിൽ താൻ കണ്ട ഒരു സംഗതി പറഞ്ഞത്. അത് വലിയൊരു കിടങ്ങുണ്ടാക്കുക, അങ്ങനെ ശത്രുവിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ആലോചിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിയെന്ന് പറഞ്ഞല്ലോ. അത് നമുക്കത് സ്വീകരിക്കാം. അത് സ്വീകരിക്കാം എന്ന് നബി പറയാൻ വേണ്ടി നടത്തിയ ഈ ചെറിയ ആലോചന, ആ ആലോചനയുടെ ഇടയിൽ നബി എന്താണ് ആലോചിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഒന്നാമതായി, ഈ കിടങ്ങ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ആൾ വേണം, എത്ര ദിവസം വേണം, എത്ര അധ്വാനം വേണം, എത്ര മെൻ പവർ വേണം, എത്ര മണ്ണ് നീക്കണം. കാരണം വെറുതെ ഒരു തോട് കളച്ചാൽ പോരല്ലോ, ഒരു ചാൽ ഉണ്ടാക്കിയാൽ പോരല്ലോ. അതുകൊണ്ടൊന്നും ശത്രുവിനെ തടയാൻ കഴിയില്ല. ശത്രുവിനെ തടയുന്ന വിധത്തിലുള്ള ഒരു കിടങ്ങുണ്ടാക്കണമെങ്കിൽ അതിന് എത്രമാത്രം, അങ്ങനത്തെ റിസ്ക്കുകളൊക്കെ ഉണ്ട്. ആ റിസ്ക്കുകളെക്കുറിച്ച് നബി ആലോചിച്ചു. നബി ആലോചിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിന് സമ്മതം മൂളുമ്പോൾ. അതേപോലെ തന്നെ അങ്ങനെ ഒരു കിടങ്ങുണ്ടാക്കിയാൽ ആ കിടങ്ങിൻ്റെ അങ്ങേ തലയിലൂടെ ഇങ്ങേ തലയിലൂടെ അങ്ങോട്ട് കടന്നാൽ പറ്റൂലേ? കടക്കാമല്ലോ. അതിൻ്റെ അഗ്രഭാഗങ്ങളുണ്ടാവില്ല, അഗ്രഭാഗങ്ങളിലൂടെ അകത്തേക്ക് ശത്രുവിന് കടക്കാൻ കഴിയും. നബി ഇതെല്ലാം ആലോചിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ നബി അപ്പോൾ കൃത്യമായി, വളരെ ശാസ്ത്രീയമായി ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതാണ് നബിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ആ പ്രായോഗികത പ്രധാനമായും ഭൂമിശാസ്ത്രപരമായിരുന്നു, ജിയോളജിക്കലായിരുന്നു. അത് ചരിത്രം വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. ഈ വിഷയം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ കൗതുകം തോന്നിയിട്ടുള്ള ഒരു സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെങ്ങനെ കണ്ടുവച്ചാൽ, മദീനയുടെ 4 ഭാഗങ്ങൾ നബിയുടെ മനസ്സിലൂടെ കടന്നുപോയി. കിഴക്കും പടിഞ്ഞാറും ഹറത്തുകളാണ്. കിഴക്കും പടിഞ്ഞാറും ഹറത്തുകളാണ്. ഹറത്തുകൾ എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കറുത്ത കല്ലുകൾ. അത് ഒരു പക്ഷേ പണ്ടെങ്ങാനും അഗ്നിപർവ്വതം പൊട്ടി ലാവ വന്ന് പിന്നെ അത് അങ്ങനെ കിടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയോ ഏതോ അല്ലെങ്കിൽ വല്ല ഉൽക്കകളും വീണുകൊണ്ട് അങ്ങനെ ഉണ്ടാവാം, അങ്ങനെയെല്ലാം ഉണ്ടാവാമെന്ന് പറയുന്നു. എന്തായിരുന്നാലും ഈ കല്ലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ മൂർച്ചയുള്ള കല്ലുകളാണ്. അതുകൊണ്ട് ഹറത്തിലൂടെ സൈനിക നീക്കം നടക്കില്ല, ഒരിക്കലും നടക്കില്ല. കുതിരകൾക്ക്, കഴുതകൾക്ക്, ഒട്ടകങ്ങൾക്ക് എന്നല്ല, കാലാൾപ്പടയിലെ മനുഷ്യന്മാർക്ക് അവർക്കൊന്നും അനായാസം നടന്നു പോകാൻ പറ്റുന്ന ഒന്നല്ല അത്. അപ്പം അങ്ങനെയുള്ള ഭൂമിയാണ് മദീനയുടെ പൊതുവെ കിഴക്കും പടിഞ്ഞാറും. പിന്നെയുള്ളത് തെക്കും വടക്കുമാണ്. മദീനയുടെ തെക്ക് വലിയ മലകളാണ്. ആ മലകൾ കടന്നുകൊണ്ട് ശത്രുവിന് വരാൻ കഴിയില്ല. മാത്രമല്ല അത് പ്രായോഗികവുമല്ല. പിന്നെ ആകെ വടക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഏകദേശം ഉറപ്പാണ് സൈന്യം വരിക. സൈന്യം മദീനയിലേക്ക് കയറുക
വടക്ക് ഭാഗത്തിലൂടെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ വടക്ക് ഭാഗം കിടങ്ങ്, സൽമാൻ ഫാരിസി പറഞ്ഞ പോലെ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിച്ചാൽ അത് വിജയിക്കും. നബി അങ്ങനെയാണ് കൂട്ടിയത്. ആളേറെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ തന്ത്രങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരം തന്ത്രങ്ങളിലൂടെ അല്ലാതെ ഈ യുദ്ധം വിജയിപ്പിക്കാൻ കഴിയില്ല, നബിക്കറിയാം. അപ്പോൾ ആൾബലം കൊണ്ട് വിജയിപ്പിക്കാൻ കഴിയുന്നിടത്തേക്ക് ആൾബലം ഉപയോഗപ്പെടുത്തി സൈനിക നീക്കം നടത്തുക. അതേസമയം ബുദ്ധിപരമായ നീക്കങ്ങൾ, ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ബുദ്ധി കൊണ്ട് തന്നെ യുദ്ധം ചെയ്യുക. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും കിടങ്ങുണ്ടാക്കാൻ തുടങ്ങി. വലിയ അനുഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മണ്ണിലിങ്ങനെ കിളക്കുക എന്നൊക്കെ പറയുന്നത് കാർഷിക ബന്ധിയായി ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അറേബ്യയിലെ ഈ ആൾക്കാരാരും അങ്ങനെ ഒരു കൃഷിക്കാരല്ല. കൈക്കോട്ടും മമ്മട്ടിയുമൊന്നും അവർക്ക് വശമുള്ള കാര്യമല്ല. പക്ഷേ അവർക്ക് നല്ല മനക്കരുത്തുണ്ട്. അതുകൊണ്ട് അവർ തയ്യാറായി, സുസജ്ജരായി അവർ ആരംഭിച്ചു. ചരിത്രത്തിൽ ഒരുപാട് കൗതുകത്തോടെ നാം വായിക്കുന്ന അധ്യായമാണ് ഖന്തഖ് യുദ്ധം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.